ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റവ കേസരീൻ്റെ റെസിപ്പി ആട്ടോ. നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എന്താ പറയുക കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന, നമുക്ക് എന്താ പറയുക വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു റെസിപ്പിയാട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഫസ്റ്റ് തന്നെ ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്കും ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്താണോ അത് യൂസ് ആക്കാം. ഇവിടെ ഞാൻ കാഷ്യൂസും റേസിൻസും ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുക്കാം. പിന്നെ പീനട്ട് ഉണ്ടല്ലോ, അതാണെങ്കിൽ അത് യൂസ് ആക്കാം. അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കാഷ്യൂസ് ആട്ടോ. ഫസ്റ്റ് കാഷ്യൂസ് നമ്മൾ ഒന്ന് ഇതിൽ റോസ്റ്റാക്കി എടുക്കുക. ഒരു എന്താ പറയുക കളറ് മാറി ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അതിന് ശേഷം റേസിൻസ് ആട്ടോ, അത് കോരി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് റേസിൻസും കൂടെ ഇട്ട് അതിങ്ങനെ ബോൾ പോലെ ആയി ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് അതും എന്താ കോരി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ഇത് നമ്മൾ ഏത് കപ്പിലാണോ റവ മെഷർ ചെയ്യുന്നത് ആ ഒരു കപ്പ് തന്നെ എല്ലാത്തിനെയും യൂസ് ആക്കുക കേട്ടോ. ഞാനിവിടെ 1 കപ്പ് റവയാണ് ഒന്ന് റോസ്റ്റാക്കി കൊടുക്കുന്നത്. അതിൻ്റെ ബാക്കി നെയ്യ് അതിലുണ്ട്. ആ ഒരു നെയ്യിൽ ഈ ഒരു കപ്പ് റവ റോസ്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സെയിം കപ്പ് തന്നെ നമ്മൾ ഷുഗർ മെഷർ ചെയ്യാനും പിന്നെ വെള്ളം മെഷർ ചെയ്യാനും ഒക്കെ ആ ഒരു സെയിം കപ്പ് തന്നെ യൂസ് ആക്കുക. അപ്പോൾ ആ റവയൊന്ന് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റാക്കി എടുക്കുക. റോസ്റ്റഡ് റവയാണ്, എന്നാലും ഒന്നും കൂടി ആ ഒരു നെയ്യിൽ ഇങ്ങനെ റോസ്റ്റായി വരുമ്പോൾ അതൊരു പ്രത്യേക മണവും പ്രത്യേക ഒരു ടേസ്റ്റും ആട്ടോ. പിന്നെ കുറച്ചും കൂടി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂണോളം നെയ്യ് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റായി എടുക്കുക. അപ്പം എന്തായാലും അത് റോസ്റ്റായിട്ട് വരട്ടെ. അപ്പം നമ്മൾ ചിലപ്പം ബിരിയാണിയൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ മധുരം കഴിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ മക്കൾ കഴിക്കില്ല, അവരെന്തെങ്കിലും മിഠായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കഴിക്കും. എന്നാലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോഴേക്കും പെട്ടെന്ന് എടുത്ത് കഴിക്കാമല്ലോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഇതുണ്ട്. അപ്പം മറ്റേ സേമിയ ഇതൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് കേസരി ഉണ്ടാക്കുമോ അല്ലെങ്കിൽ സേമിയ വെച്ചിട്ട് പായസം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ പുഡിങ് പോലെ ആക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇനി പിന്നെ റോസ്റ്റായി വന്ന് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറുതായിട്ട് കട്ട പിടിക്കുകയാണെങ്കിൽ ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ്സാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് എത്രത്തോളം മധുരം വേണോ അത്രത്തോളം മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചിലർക്ക് ഒത്തിരി മധുരം വരുമ്പോൾ ഇഷ്ടമല്ലല്ലോ. ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര എല്ലായിടത്തും ഇങ്ങനെ ആകുന്നത് വരെ ഫുള്ള് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. നേരത്തെ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, അതാ ബാക്കി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടയൊക്കെ പിടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ട് നല്ല ഇങ്ങനെ പോലെ പ്രസ് ചെയ്യുമ്പോഴേക്കും അത് കട്ടയൊക്കെ മാറി വരും. ഇതിപ്പം ഞാൻ പെരുന്നാളിൻ്റെ അന്നല്ല പിറ്റേ ദിവസം ബിരിയാണി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പം ആ ഒരു സമയത്ത് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നുണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, ഏലക്കാപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഇളക്കി മിക്സാക്കുക. പിന്നെ നമുക്ക് ഫുഡ് കളറാണ്. ഫുഡ് കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ആഡാക്കി കൊടുക്കാം. ഓറഞ്ച് കളറാണെങ്കിൽ ഓറഞ്ച്, യെല്ലോ ഫുഡ് കളറാണെങ്കിൽ യെല്ലോ. അങ്ങനെ ഞാനിവിടെ മഞ്ഞപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഹെൽത്തി ആയിട്ടുള്ളത്, മഞ്ഞപ്പൊടിയാണ്. ഫുഡ് കളറൊക്കെ
അത്ര ഹെൽത്തി ആയിട്ടുള്ളതല്ലല്ലോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അല്ലാതെ മഞ്ഞൾപ്പൊടി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കേസരിക്ക് നല്ലൊരു യെല്ലോ കളർ കിട്ടും. എന്നിട്ട് ഇത് എല്ലായിടത്തും ഇങ്ങനെ മിക്സ് ആകുന്ന പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റാക്കി വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, ആ നട്ട്സ് ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക. ഫുൾ ആഡാക്കണ്ട, അതിൻ്റെ കുറച്ച് പോർഷൻ ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇനി ഇത് മാറ്റി കൊടുക്കണം കേട്ടോ. നട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേസരീൻ്റെ റെസിപ്പി കേട്ടോ. പിന്നെ ഇനി ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ സെറ്റാക്കി കൊടുക്കുക. ചിലർക്ക് ഇങ്ങനെ ഒന്ന് ലൂസായിരിക്കാനാട്ടോ ഇഷ്ടം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം ഞാൻ മറ്റേ കട്ടാക്കി എടുക്കുന്ന ആ ഒരു ടൈപ്പ് ഇനി ഈ പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ അമർത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നെയ്യ് ചെറുതായിട്ടൊന്ന് കയ്യിലിങ്ങനെ ഇതാക്കിയിട്ട് അതൊന്ന് പ്രസ്സാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്യൂസും റൈസിൻസും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് അത് തണുപ്പിച്ചിട്ടെടുത്ത് കഴിക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആട്ടോ. അല്ലാത്തവർക്ക് അല്ലാതെയും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പെരുന്നാളിന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ കട്ടാക്കി എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റവ കേസരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.